നിർണായക പ്രഖ്യാപനം നടത്താൻ പി.വി. അൻവർ നാളെ മാധ്യമങ്ങളെ കാണും. എം.എൽ.എ സ്ഥാനം രാജിവെക്കാനാണ് വാർത്താ സമ്മേളനമെന്നാണ് സൂചന. ഫേസ്ബുക്കിലൂടെയാണ് പി.വി. അൻവർ ഇക്കാര്യം അറിയിച്ചത്. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കറെയും പി.വി. അൻവർ കാണും. വിപിൻ സി വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. വിപിൻ, നേരത്തെ ഈ മാധ്യമങ്ങളെ കാണുമെന്ന് മാത്രമാണ് പറഞ്ഞത്, അതും 9:30. ഇപ്പോൾ സ്പീക്കറെ കാണും, അത് 9 മണിക്ക്. അപ്പോൾ അവിടെ അതൊരു രാജി സാധ്യത അത് കൂടുതൽ തെളിയുകയാണല്ലോ. അതേ ഗോകുൽ, രാജിവെക്കുമെന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയാണ്. അദ്ദേഹം നാളെ 9 മണിക്ക് സ്പീക്കറെ കാണും, കത്ത് നൽകും. ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. അതിനുശേഷമായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുക. ഞാൻ പി.വി. അൻവറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ മമതാ ബാനർജിയുമായി സംസാരിച്ചു. ചില ഉറപ്പുകളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ നാളെ നമുക്ക് കാണാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ രാജി ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹം തള്ളുന്നില്ല. നാളെ തന്നെ കാണാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. നാളെ 9:30 കൂടി ഒരു നിർണായക തീരുമാനം ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജിയുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയിൽ കിട്ടിയ ഒരു ഉറപ്പ്, ഈ എം.എൽ.എ സ്ഥാനം രാജിവെച്ചാലും അത് ഒരു വഴിയാധാരമാകില്ല, കൈവിടില്ല എന്നുള്ളതാണ്. അതായത് ഇനി വരുന്ന ഒരു രാജ്യസഭാ സീറ്റുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റേത്. അപ്പോൾ അതിലേക്ക് പരിഗണിക്കുമെന്നടക്കമുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഈ അംഗത്വം എടുക്കാതെയുള്ള സംസ്ഥാന കോർഡിനേറ്റർ പദവിയിൽ നിൽക്കുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളൊരു ചോദ്യമൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അംഗത്വം എടുത്തുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി ആ പാർട്ടിയെ വിപുലീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം പി.വി. അൻവറിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം.പിമാർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വരികയും അവർ ആ ഒരു വിവിധ വേദികൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. അത്തരത്തിൽ ഇവിടെ സജീവമായി പാർട്ടി പ്രവർത്തനത്തിലേക്ക് ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ ആദ്യം ഒരു സംഘടനയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതൊക്കെ തണുത്തു പോവുകയും പിന്നീട് അത് പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക പി.വി. അൻവറിലൂടെ എന്നുള്ളതാണ് ആ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. പി.വി. അൻവർ ആകട്ടെ ഇപ്പോൾ കിട്ടുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമിടുന്നു. എം.എൽ.എ ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സജീവമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുക, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ദേശീയ പാർട്ടിയുടെ സഹായത്തോടു കൂടി പറയുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള സങ്കീർണത, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ യു.ഡി.എഫിനെ സംബന്ധിച്ച് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആര്യയുടെ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോൾ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നു പി.വി. അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ. അതിൻ്റെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി പി.വി. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് ആർക്ക് ഗുണമാകും എന്നുള്ളതടക്കമുള്ള സജീവമായ ചർച്ചകളിലേക്ക് കൂടിയായിരിക്കും വരുന്ന ആളുകൾ കടക്കുക. ഗോകുൽ, ശരി. ഏതായാലും പി.വി. അൻവറിന്റെ തീരുമാനം നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ അറിയും. 9:30 മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യും. അത് രാജി എന്ന് തന്നെയുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മമതയുടെ ഉറപ്പുകളിൽ അത് തൃണമൂലിന്റെ ഭാഗമാകണം, അതിന് ശേഷം മതി എം.എൽ.എ സ്ഥാനം എന്നുള്ളതൊക്കെയാണ് മമതയുടെ നിർദ്ദേശം, അല്ലെങ്കിൽ തൃണമൂലിന്റെ നിലപാട്.